നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട്സിന്റെ ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് വരാവുന്ന ഒരു പ്രധാന ചോദ്യം, നമുക്കൊക്കെ അക്കൗണ്ട്സ് അറിയാം, ഇനി എന്താ പഠിക്കാനുള്ളത് എന്നുള്ളത്. ഹോസ്പിറ്റലിലെ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് പ്രധാന നോളജ്, ഏത് അക്കൗണ്ടിങ്ങിലും പ്രധാന നോളജ് നമുക്ക് അത്യാവശ്യം. ഒന്ന്, അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ടേംസ് എവിടെയെല്ലാം എപ്പോൾ ഉപയോഗിക്കുന്നു, എങ്ങനെയാണ് അക്കൗണ്ടിങ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ വേണം. രണ്ട്, നമുക്ക് ശരിയായ പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടാവണം. അക്കൗണ്ടിങ് ചുമ്മാ കുറച്ച് ജേണൽ എൻട്രീസ് ഇട്ടിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ബുക്ക് കീപ്പിങ്ങിൽ മാത്രം ഒതുങ്ങുകയല്ല. ഒരു ബിസിനസ്സിൻ്റെ ബാക്ക് ബോൺ ആണ് റിയലി ഇന്ന് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എത്ര ഹോസ്പിറ്റൽ ഓണേഴ്സിന് ഒരു അക്കൗണ്ടിങ് റിപ്പോർട്ട്, ഫൈനൽ അക്കൗണ്ടിങ്ങിലെ റിപ്പോർട്ടുകളോ സ്റ്റേറ്റ്മെൻറ്റോ എടുത്ത് നോക്കിയാൽ തൻ്റെ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ഇങ്ങനെ നമുക്ക് ചോദിക്കാം, ഒരു ഹോസ്പിറ്റൽ ഓണർക്ക് വളരെ കൃത്യമായി മനസ്സിലാകത്തക്ക വിധത്തിൽ വ്യക്തമായി ബിൽഡപ്പ് ചെയ്ത അക്കൗണ്ടിങ് ഉള്ള എത്ര ഹോസ്പിറ്റലുണ്ട്? കാരണം ഇവിടെ ഒരു പ്രശ്നം, പലപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിലെ അക്കൗണ്ടിങ് എല്ലാം ഓഡിറ്റ് ചെയ്ത് കിട്ടും. അതൊരു വർഷം ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്കുകളെല്ലാം സെറ്റ് ചെയ്ത് ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങൾ നോക്കാൻ സാധ്യതയുണ്ട്, ടാക്സേഷൻ എങ്ങനെ വരും, ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഓഡിറ്റിംഗ് നടക്കുക. ഒരു റണ്ണിങ് ഫിനാൻഷ്യലിൽ നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഒക്കെ നടത്തും. അപ്പോൾ പലപ്പോഴും നമ്മുടെ അക്കൗണ്ട്സിലും ഓഫീസിലൊക്കെ വലിയ ബഹളമാണ്, ഇതെങ്ങനെയാണ് ഇത് അവരുടെ മുമ്പിലേക്ക് കൃത്യമായി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ അത്ര കൃത്യമായി ഒരു വ്യവസ്ഥാപിതമായ രീതിയിലുള്ള അക്കൗണ്ടിങ് മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടാവത്തില്ല നമ്മുടെ ഹോസ്പിറ്റലിൽ. ഒരു എക്സാമ്പിൾ പറയാം, വളരെ നിസ്സാരമായൊരു കാര്യമാണ്, അക്കൗണ്ടിങ് പഠിച്ച ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പർച്ചേസ് ചെയ്ത് ജേണൽ എൻട്രി കഴിഞ്ഞ് അത് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ജേണൽ എൻട്രിയിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് പർച്ചേസിന് റിട്ടേൺ സംഭവിച്ചു. പർച്ചേസിൻ്റെ റിട്ടേൺ ആഫ്റ്റർ പർച്ചേസ് റിട്ടേൺ എന്നത് ഡെബിറ്റ് നോട്ടാണോ ക്രെഡിറ്റ് നോട്ടാണോ? വളരെ സിമ്പിൾ ഒരു ചോദ്യമാണ്. ഇതിൻ്റെയൊക്കെ ആൻസർ ഇപ്പോഴത്തെ നിങ്ങളുടെ തലയിലുണ്ട്. പക്ഷെ ഒരു ഹോസ്പിറ്റൽ അക്കൗണ്ടിങ്ങിൽ ഇരിക്കുന്ന ഒരാൾ വളരെ പെട്ടെന്ന് ചിന്തിക്കുന്നത് ക്രെഡിറ്റ് നോട്ട് എൻട്രി ചെയ്യണ്ടേ എന്നാണ്. ആക്ച്വലി പർച്ചേസ് റിട്ടേൺ ഈസ് എ ഡെബിറ്റ് നോട്ട്. സപ്ലയറുടെ സെയിൽസ് ഇൻവോയ്സിൽ അവർ പ്രോഡക്റ്റ് റിട്ടേൺ എടുത്ത് കഴിയുമ്പോൾ അവർ പ്രിപ്പയർ ചെയ്യുന്ന ക്രെഡിറ്റ് നോട്ട് നമ്മുടെ കയ്യിലെത്തി നമ്മളത് അക്കൗണ്ട് ചെയ്യുന്ന സാഹചര്യം ഇവിടെ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഒരു പർച്ചേസ് റിട്ടേണിന് ക്രെഡിറ്റ് നോട്ട് എൻട്രി ചെയ്യുന്നു എന്നുള്ളൊരു കൺസേൺ നമ്മുടെ തലയിൽ വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് നോട്ടാണോ നമ്മൾ റിയലി അക്കൗണ്ട് ചെയ്യേണ്ടത്, സപ്ലയർ തരുന്ന ക്രെഡിറ്റ് നോട്ടാണോ എൻട്രി ചെയ്യേണ്ടത്, അതോ ഇത് രണ്ടും അക്കൗണ്ട് ചെയ്യണോ? അങ്ങനെ അക്കൗണ്ട് ചെയ്യണമെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഈ രണ്ടും അക്കൗണ്ടിലേക്ക് എത്തേണ്ടി വരുന്നത്? ഈ വക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും നമുക്ക് ഹോസ്പിറ്റലുകളിലെ റിസീവബിൾസ്, എസ്പെഷ്യലി TPA റിലേറ്റഡ് ആയിട്ടുള്ള റിസീവബിൾസ് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈ റിസീവബിൾസ് എല്ലാം സൺട്രി ഡെപ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ബാഡ് ഡെപ്റ്റ്സ് ഉണ്ട്. ഇത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കണം? ശരിയായ രീതിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ രസകരമായ രീതിയിൽ നമ്മുടെ അക്കൗണ്ടിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് സ്റ്റാഫിന് ഓഡിറ്റേഴ്സ് വരുമ്പോൾ വലിയ ബഹളം, സങ്കടവും വിഷമവും ഒക്കെ വരേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു പോസ്റ്റ്മോർട്ടമായി മാറില്ല ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ഇത് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ ഓഡിറ്റ് ഒരു പോസ്റ്റ്മോർട്ടമായി മാറും. ശരിക്കും ഓഡിറ്റ് സമയത്ത് നടക്കേണ്ട ഈ ട്രാൻസാക്ഷൻസിൻ്റെ എൻട്രീസ് എല്ലാം ഒരു ക്രോസ് വെരിഫൈ ചെയ്ത് ബിസിനസ് എങ്ങനെയാണ് കൃത്യമായി നടന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ ഫൈനൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റായ ബാലൻസ് ഷീറ്റിലേക്ക് കൃത്യമായി എത്തിപ്പെടുക എന്നതാണ് അവിടെ നടക്കേണ്ടത്. അപ്പം അതിന് വളരെ ബോധപൂർവം അക്കൗണ്ടിങ്ങിനെ മനസ്സിലാക്കി ലെഡ്ജർ ക്രിയേഷൻ മുതൽ അതിൻ്റെ ആർക്കിടെക്ചർ നല്ലതാക്കി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ഒരു പോർഷൻ ഇത്തരത്തിൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകളെ ക്ലിയർ ആക്കുന്നതിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. താങ്ക് യു.